അടുത്ത കാലത്ത് ഞാനൊരു ഷെയർ ചെയ്തൊരു വീഡിയോ കാണുകയുണ്ടായി. ഒരു പെൺകുട്ടി ഒരു ഇൻ്റർവ്യൂ ആണ്. അവൾ ആക്ടിവിസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്. അവൾ കാറ്റഗിസം ഒക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവളുടെ അപ്പനും മതത്തിനെതിരായിരുന്നു, അവളും മതത്തിനെതിരായിരുന്നു. അവളൊരു നടത്തുന്നൊരു ഡിഫറൻസിയേഷൻ ഉണ്ട്. അതായത് ക്രിസ്ത്യൻ പുരോഹിതന്മാരും മുസ്ലിം പുരോഹിതരും തമ്മിലൊരു വ്യത്യാസം അവൾ പറയുന്നുണ്ട്. അവൾ പറയുന്നത് ക്രിസ്ത്യൻ മുസ്ലിം പുരോഹിതന്മാർ എന്തൊക്കെ അവർ പറയുന്നു അതിലെല്ലാം അവർ വിശ്വസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ക്രിസ്ത്യൻ പുരോഹിതന്മാർ പറയുന്നതിൽ പലതിലും അവർ വിശ്വസിക്കുന്നില്ല എന്നിട്ട് അവർ പറയുന്നു. അവർക്ക് ഭയങ്കര കാപട്യമുണ്ട്. അതുകൊണ്ട് അവൾ ക്രിസ്ത്യൻ പുരോഹിതനെ എതിർക്കുന്നത് അതുകൊണ്ടാണ്, ക്രിസ്തു മതത്തെ എതിർക്കുന്നത് അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അവൾ പറയുന്നതിൽ കുറേ കാര്യമുണ്ട്. ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ ഒരു കുഴപ്പം ഇതാണ്. 3 വർഷക്കാലം അവർ ഫിലോസഫി പഠിക്കുന്നുണ്ട്. ആ ഫിലോസഫി പഠിക്കുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട്. നിരീശ്വരവാദികളായ ഫിലോസഫേഴ്സ് ഉണ്ട്. നീഷെ, ആൻറ്റി ക്രൈസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വളരെയേറെ ബെർട്രൻഡ് റസൽ, ഷോപ്പൻഹോവർ, എല്ലാവരും പഠിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. തിയോളജിയിലെത്തുമ്പോൾ മറ്റു മതങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇതെല്ലാം പഠിച്ചിട്ട് വരുമ്പോഴത്തേക്കുള്ള ഇതുണ്ട്. പല കാര്യങ്ങളും സയൻറ്റിഫിക്കായിട്ട് നമ്മൾ പഠിച്ചിട്ടാണ് ഈ പരിപാടി ഇറങ്ങി വരുന്നത്. അവരുടെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയും. ഞാനൊരു പ്രസംഗം പറയുകയുണ്ടായി. അതിനെ ഈ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചൊക്കെയുള്ള പ്രസംഗമായിരുന്നു. ഞാനത് വളരെ ലാഘവമായിട്ട് ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചേച്ചി എന്നെ കാണാൻ വന്നിട്ട് ആ ചേച്ചി എന്നോട് പറഞ്ഞത്, അച്ഛൻ പറഞ്ഞ മുഴുവൻ തെറ്റാണ് കേട്ടോ. അച്ഛൻ പറഞ്ഞതുപോലെ ഒന്നും അല്ല കാര്യങ്ങൾ. നരകം ഭയങ്കരമാണ്. നമ്മൾ മരിച്ചു ചെല്ലുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴത്തേക്കും അവിടെ ഒരു വലിയ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ആ സ്ക്രീനിൽ നമ്മുടെ പാപങ്ങൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. അത് നോക്കിയിട്ട് ദൈവം നമ്മളെ വിധിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ജനങ്ങളും അച്ഛന്മാരും തമ്മിലുള്ള വ്യത്യാസപരമായ വിശ്വാസം. നമുക്ക് ഈ ഓണാഘോഷം എടുക്കാം. ഓണാഘോഷം ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് 95% അച്ഛന്മാർ ഇതിന് അനുകൂലമാണ്. ഞാനൊരു പള്ളിയിലുണ്ടായിരുന്നു. അവിടെ അച്ഛന്മാർ അതിന് ഭയങ്കരമായിട്ട് ഇൻവോൾവാണ്. അത് ഇത് സംഘടിപ്പിക്കാനും അതെല്ലാം ചേർത്ത് ഭയങ്കരമായിട്ട് ഇൻവോൾവാണ്. പക്ഷെ ഒരു 10-30% ആൾക്കാരെങ്കിലും എതിരായിരുന്നു. അവർ മാറി നിന്ന് അവരത് പങ്കെടുത്തില്ല എന്നുള്ളതാണ്. അതാണ് വേറെ. പക്ഷെ ഇസ്ലാം മതത്തിൽ നേരെ തിരിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. അതിന് മിക്ക ഇസ്ലാം പണ്ഡിതന്മാരും പുരോഹിതന്മാരും 95% പേരും ഇതിനെതിരാണ്. ഓണം ആഘോഷിക്കരുതെന്നാണ് അവർ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ 70% ജനങ്ങളെങ്കിലും ഇതിന് അനുകൂലമാണെന്നുള്ളതാണ്. അവരത് ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു വ്യത്യാസമാണ്. ഇവിടെ ഇത്രയും ഈ ഒരു ഹ്യൂജ് ഡിഫറൻസ് എൻ്റെ ഒബ്സർവേഷനാണ്. ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ട ഞാൻ മനസ്സിലാക്കിയൊരു ഒബ്സർവേഷനാണ്. ഈ 2 മതത്തിലുള്ളൊരു ഒബ്സർവേഷനാണ്. നമുക്കിവിടെ പ്രശ്നം സ്വർഗവും നരകവുമാണ്. പുരോഹിതന്മാരെ വിശ്വസിക്കുന്നില്ലെന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. വിശ്വസിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്വർഗവും നരകത്തെ തിരിച്ചറിയാൻ വേണ്ടി ഒരു കഥ ഉണ്ട്. ഒരു പാപം എന്താണ് നമ്മൾ തിരിച്ചറിയണം. പാപത്തെക്കുറിച്ച് പറയുന്നത് ഒരു ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായി. ദൈവം എല്ലാം സൃഷ്ടിച്ചിട്ട് ദൈവം മാറിപ്പോകുന്നു. പിന്നെ ഒരു കഥാപാത്രം പെട്ടെന്ന് വരികയാണ്, സർപ്പം. സർപ്പത്തെക്കുറിച്ച് പറയുന്നവൻ ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും കുശാഗ്ര ബുദ്ധിക്കാരനായിരുന്നു സർപ്പം എന്നുള്ളതാണ്. ഈ സർപ്പം ആരാണെന്നതിനെ കുറിച്ച് പിന്നീട് പല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. മിൽട്ടന്റെ പാരഡൈസ് ലോസ് അനുസരിച്ച് ആദ്യത്തെ ഒരു മാലാഖ ലൂസിഫർ വെച്ചാൽ പ്രകാശം വഹിക്കുന്നവനെന്നാണ്. പക്ഷെ അവൻ ഇരുണ്ടുപോയി. അവൻ ഭൂമിയിലേക്ക് വീണുപോവുകയും ദൈവത്തിനെതിരെ വിപ്ലവം സൃഷ്ടിക്കുകയും ദൈവത്തിനെതിരെ കലഹിക്കുകയും ചെയ്ത് ഭൂമിയിൽ വീണുപോയ അവനാണ് ഈ സർപ്പം, ഈ തിന്മ എന്ന് പറയുന്ന അതിൻ്റെ പെർസോണിഫിക്കേഷൻ, ഡെവിൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് പുള്ളിക്കാരനാണ്. ഇതിൻ്റെ മൊത്തത്തിൻ്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഒരു പ്രത്യേകത നമ്മൾ തിരിച്ചറിയേണ്ടി വരും. ദൈവം എല്ലാത്തിനും സൃഷ്ടിച്ചത് ഫ്രീ വില്ലോട് കൂടിയാണ്. ദൈവം തൻ്റെ സൃഷ്ടികൾക്ക് കൊടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു സാധ്യത ദൈവത്തിനെതിരെ കലഹിക്കാനുള്ള സാധ്യതയാണ്, ദൈവത്തെ തിരസ്കരിക്കാനുള്ള സാധ്യതയാണ്. അതുകൂടെ കൊടുത്തിട്ടാണ് ദൈവം സൃഷ്ടിക്കുന്നത്. അതിൻ്റെ ഒരു ഭംഗി ഞാൻ പറയുന്നത്, ഞാൻ തിയോളജിക്കലായിട്ടും ഒരു വിശ്വാസത്തിൻ്റെ കണ്ണും കൊണ്ട് കാണുമ്പോഴത്തേക്കും മനസ്സിലാക്കുന്നൊരു കാര്യം, തൻ്റെ സൃഷ്ടികൾക്കെല്ലാം തനിക്കെതിരെ കലഹിക്കാനുള്ള ഒരു അനുവാദം കൂടി, ഒരു ഫ്രീ വില്ല് കൂടെ കൊടുത്തു എന്നുള്ളത് ഈ കഥയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഷയാണ്. കാര്യം ഒരു മാലാഖയാണ് ദൈവത്തിനെതിരെ തിരിയുന്നത്. എന്നിട്ട് അവൻ ഭൂമിയിലേക്ക് വീണ്ടുപോയി. ഇങ്ങനെ ദൈവത്തിനെതിരെ തിരിയാനും കലഹിക്കാനുമുള്ള ചിന്തിക്കാനുമുള്ള സാധ്യത കൊടുത്തുവെന്ന് ഈ കഥയുടെ ഒരു ഫോർമാറ്റ് നമുക്ക് പിടികിട്ടുന്ന ഒരു കാര്യമാണ്. കണ്ടത്തെ കാര്യം, ഈ സർപ്പം വന്നിട്ട് ഒരു ദൈവശാസ്ത്രം അവതരിപ്പിക്കുന്നു. ദൈവത്തിനെ കുറിച്ച് ഒരു ശാസ്ത്രം അവതരിപ്പിക്കുന്നില്ല. സർപ്പം വന്നിട്ട് മനുഷ്യരോട് ചോദിക്കുന്നത്, എന്തെങ്കിലും കഴിക്കരുത് നിങ്ങൾ പറഞ്ഞു, ഈ വൃക്ഷത്തിൽ കഴിക്കരുതെന്ന് പറഞ്ഞു. അത് നിങ്ങൾ കഴിക്കണം, കാരണം അത് നന്മ തിന്മകളെ തിരിച്ചറിയും. നിങ്ങളുടെ കണ്ണുകൾ തുറക്കും, അതിൻ്റെ ഫലം കിട്ടുന്നതോടെ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടും, നിങ്ങൾ നന്മ തിന്മകളെ തിരിച്ചറിയും, നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകാൻ പറ്റും. ഇതാണ് തിയോളജി. ഞാൻ മനസ്സിലാക്കുന്ന ആദ്യത്തെ തിയോളജിയാണ് ഈ സർപ്പമാണ്. ദൈവശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഞാൻ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നന്മ തിന്മ എന്ന ഡിഫറൻസ് നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന ഹൂ മേഡ് ഇറ്റ്, ആരാണ് ഈ ഡിഫറൻസ് കൊണ്ടുവന്ന? ദൈവമല്ല.
അത് സർപ്പം കൊണ്ടുവന്ന ഡിഫറൻസാണ് ഈ നന്മ തിന്മകൾ. മനുഷ്യൻ്റെ പാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർമാറ്റിൽ നമ്മൾ വീണുപോയതാണ്. നന്മ തിന്മകളുടെ വേർതിരിവുകൾ നമ്മൾ വീണുപോയി എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ പ്രശ്നത്തിൽ നമ്മൾ വിട്ടുപോയി. മനുഷ്യൻ്റെ ഏറ്റവും വലിയ കുഴപ്പം, വി ആർ അണ്ടർ ദ തിയോളജി ഓഫ് സെർപ്പൻറ്റ്. ഈ സർപ്പത്തിൻ്റെ തിയോളജിയിൽ നമ്മൾ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫോൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനുശേഷം ഈ വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച്, ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച്, ഇതാണ് ഡിഫറൻഷ്യേറ്റിംഗ് പോയിന്റ്. ഈ എല്ലാ ഭംഗിയുടെയും എല്ലാ നന്മകളും തിരിച്ചറിയണമെങ്കിൽ ഇതിൻ്റെ സാന്നിധ്യം വേണ്ടി വരും. ഈ ഒരു വൃക്ഷത്തിൻ്റെ സാന്നിധ്യം ഇതാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അതില്ലെങ്കിൽ നമുക്ക് നന്മയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, സൗന്ദര്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇതൊന്നുമല്ലാതെ ഇതിനെ മുഴുവൻ വ്യത്യാസപ്പെടുത്തി, അതുകൊണ്ടാണ് അതിനെ നടുക്ക് സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ഇതിൻ്റെ മുഴുവൻ. ഒരുപക്ഷെ നമ്മൾക്ക് ഈ വൃക്ഷം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നന്മയായിട്ടും സൗന്ദര്യമായിട്ടും കാണാൻ പറ്റാതെ പോകും. ദിസ് ഈസ് എസ്തറ്റിക്കൽ. ഇതാണ് മനുഷ്യനിൽ എസ്തറ്റിക് സൃഷ്ടിക്കാൻ വേണ്ടി ദൈവം സ്ഥാപിച്ച ഒരു വൃക്ഷമാണ്. അതിൻ്റെ പ്രാധാന്യമുണ്ട്. പക്ഷെ അത് കഴിക്കാൻ പാടില്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ അതിൻ്റെ ഡിഫറൻസ് നഷ്ടപ്പെട്ടു പോയേക്കാം. ആ മുഴുവൻ ഭംഗിയും നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. ഈ പാരഡൈസ് എന്ന് വിളിക്കുന്ന സ്ഥലത്തിൻ്റെ ഭംഗിയും നന്മയും നമുക്ക് ഈ വൃക്ഷം കഴിക്കുന്നതോടെ നഷ്ടപ്പെട്ടു പോകും. അതാണ് ഫോൾ. നമ്മളതിന് പുറത്തേക്ക് വീണു പോകുന്നു. ഈ ഫോൾ എന്നൊക്കെ പറയുന്നത് ഇതാണ്. നമ്മുടെ ആ ഡിഫറൻസ്, അതിൻ്റെ ആ ഭംഗി നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. ദൈവം അങ്ങനെ സ്ഥാപിച്ചു. ദൈവം ഒരിക്കലും പറയുന്നില്ല നന്മ തിന്മയുടെ കുഴപ്പമാണ്. ദിലീസ് പറയുന്നൊരു കാര്യമുണ്ട്, ദർ ഇസ് നോ ഗുഡ് ആൻഡ് ഈവിൾ, ഓൺലി ഗുഡ് ആൻഡ് ബാഡ്. അത് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് പുള്ളി പറയുന്ന കാര്യമാണ്. ഈ ദൈവത്തിനെ സംബന്ധിച്ച് ഗുഡ് ആൻഡ് ബാഡേ ഉള്ളൂ. സർപ്പത്തിനെ സംബന്ധിച്ചാണ് ഗുഡ് ആൻഡ് ഈവിൾ വരുന്നത്. അപ്പോൾ ഇത് ബാഡാണ്. കാര്യം ഇത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് പോയിസണസ്. ഇതൊരു വിഷമായിട്ട് നമ്മുടെ ശരീരത്തിൽ വർത്തിക്കും. അങ്ങനെ നമ്മൾ മരണം അറിയാൻ പറ്റത്തിലേക്ക് വീണ്ടും പോകും എന്നുള്ളതാണ്. അപ്പോൾ ഈ മരണം ഈവിളായിട്ട് മാറും. അപ്പം നമ്മൾ സർപ്പത്തിൻ്റെ പദ്ധതിയിൽ വീണു പോകുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്നുള്ളത്. ഇങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പ്രശ്നം വേറൊരു ഇമ്പോർട്ടൻ്റ് ഇഷ്യൂ വരുന്നത്, ഡസ് ഗോഡ് നോസ് ഈവിൾ? ദൈവത്തിന് തിന്മ തിരിച്ചറിയാൻ പറ്റുമോ? ഈ നന്മയും തിന്മയും എന്ന് പറയുന്ന കാര്യത്തിൽ ഈ തിന്മയ്ക്ക് ഭാരത ചിന്ത കൊടുക്കുന്നൊരു വലിയൊരു അർത്ഥമുണ്ട്. മായ എന്നാണ് വിളിക്കുന്നത്. എന്താണ് മായ? ഇറ്റ് ലുക്സ് ആസ് ഇഫ് ഇറ്റ് ഈസ് ദെയർ. അത് അവിടെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നു, എന്നാലില്ല. മനുഷ്യൻ്റെ കുഴപ്പം ഈ മായയിൽ വീഴുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അയഥാർത്ഥത്തിൽ വീഴുക, ഇല്ലാത്തതിൽ വീണു പോവുക. ദൈവം ഈസാണ്, മായ ഈസ് നോട്ടാണ്. അപ്പോൾ ഗോഡ് ഈസ്, മായ ഈസ് നോട്ട്, ഇല്യൂഷൻ ഈസ് നോട്ട്. ഇല്ലാത്തതിൽ നിബന്ധിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഇങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും എന്താണ് ഈ തിന്മ ദൈവത്തിന് അറിയാൻ പറ്റുമോ? ദൈവത്തിന് തിന്മ അറിയാൻ പറ്റത്തില്ല. ദൈവത്തിന് തിന്മ അറിയാമെന്നാണ് വാദിക്കുന്നതെങ്കിൽ ആ തിന്മ ദൈവത്തിൽ നിന്ന് വന്നതാകും. കാര്യം ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതിനെ മാത്രമേ ദൈവത്തിന് അറിയാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൽ നിന്ന് പുറപ്പെടാത്ത ഒന്നിനെ ദൈവത്തിന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഉത്ഥാനമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഡെത്ത് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ടു ഗോഡ്. ദൈവത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യം മരണമാണ്. കാരണം മരണം ദൈവത്തിൽ നിന്ന് വന്നതല്ല, ജീവനാണ് ദൈവം, ഈസാണ്. ഡെത്ത് ഈസ് നോട്ടാണ്. അപ്പോൾ അതിനെതിരെയുള്ള കലഹമാണ് ഉത്ഥാനം. നിരന്തരമായി കലഹിക്കുന്നത്, മരണത്തിനെതിരെ കലഹിക്കുന്നത് കാരണം ഡെത്ത് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ടു ഗോഡ്. ദൈവത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ദൈവത്തിന് വന്ന അല്ല തിന്മ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവ സ്നേഹമാണെങ്കിൽ എല്ലാത്തിനും സ്നേഹിക്കും, ഇൻവേരിയബിളി, ഒന്നേ മാറ്റത്തില്ല. തിന്മ ചെയ്തതോ നന്മ ചെയ്തതോ ഒരു ഡിഫറൻസ് പുള്ളി ഉണ്ടാക്കത്തില്ല. സ്നേഹിച്ചു സൂര്യപ്രകാശം വീഴുന്നത് പോലെയാണ്, അതെല്ലാത്തിലേക്കും നിബന്ധിക്കും, ഒന്നിനെ മാറ്റത്തില്ല. പക്ഷേ തിന്മ വന്നിട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെ ബ്ലോക്ക് ചെയ്ത് കളയും. ഈ പ്രകാശം വരുമ്പോഴത്തേക്ക് ഒരു കെട്ടിടം ബ്ലോക്ക് ചെയ്യുന്നത് പോലെ ഇത് മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ദൈവത്തിന് തിന്മ ചെയ്ത ആളെ അറിയാതെ വരും. അതുകൊണ്ടാണ് ദൈവം ചോദിക്കുന്നത്, ആദം നീ എവിടെയെന്ന്. പെട്ടെന്ന് അപ്രത്യക്ഷനായിപ്പോയി. കാര്യം ദൈവത്തിന് അറിയാൻ പറ്റാത്ത അവസ്ഥ. അപ്പം ഞാൻ എപ്പോഴും വിവക്ഷിക്കുന്നത്, ഹെൽ ഈസ് എ സിറ്റുവേഷൻ ഗോഡ് ഡസ് നോട്ട് നോ മീ. എന്നെ ദൈവത്തിന് അറിയാത്തൊരവസ്ഥയുടെ പേരാണ് നരകം. ഈ പണ്ടൊക്കെ കാറ്റഗറികളിൽ പഠിപ്പിക്കുമ്പോഴത്തേക്കും വലിയൊരു നരകം എന്ന് പറയുന്നത് വെച്ചാൽ തീയും ഗന്ധമൊക്കെ ഉള്ളൊരു സ്ഥലം, അവിടെ മനുഷ്യനിട്ടത് ഈ പിശാചിങ്ങനെ വറുത്തെടുക്കുന്നതായിട്ടൊക്കെ കാണിക്കും. അതിലും ഭീകരമാണ് ഈ ഹെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദൈവത്തിന് എന്നെ അറിയാൻ പറ്റുന്ന അസ്തിത്വം നഷ്ടപ്പെട്ടു പോയി, എൻ്റെ അസ്തിത്വമില്ലാതെ പോകുന്ന അവസ്ഥയുടെ പേരാണ് ഗോഡ് ഡസ് നോട്ട് നോ മീ. അപ്പം നന്മ സ്വർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോഡ് നോസ് മീ, ദൈവത്തിൻ്റെ വിസിബിളിൽ വരുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ദിസ് ഈസ് എ വുമൺ ഹു ഈസ് ടോട്ടലി വിസിബിൾ ടു ഗോഡ്. പൂർണ്ണമായിട്ട് ദൈവത്തിന് വിസിബിളായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു മാലഹയെ കാണാൻ പറ്റുന്നത്. ടോട്ടലി വിസിബിൾ, ഒന്നുമില്ല, അതിനെ വേർതിരിക്കുന്ന ഒന്നുമില്ല. എല്ലാം പോയി കഴിയുമ്പോഴത്തേക്കും ടോട്ടലി യു ആർ വിസിബിൾ ടു ഗോഡ്. പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ കണ്ണിൽപ്പെടുന്നു.
തിന്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കണ്ണ് നമ്മൾ അത് തിന്മ ദൈവത്തിൻ്റെ പ്രശ്നമാകത്തില്ല, മനുഷ്യൻ്റെ പ്രശ്നമാണ്. അപ്പോൾ തിന്മ മാറി മനുഷ്യൻ പ്രകാശത്തിലേക്ക് വന്നിരിക്കുന്നത് പോലെയാണ്. നന്മ എന്ന് പറയുന്നത് അവൻ ഇരുട്ടിൽ പോകുന്നത്. ഇരുട്ടും തന്നെ ഈ വ്യത്യാസത്തിൻ്റെ കുഴപ്പം പിടിച്ചാണ്, ഇരുട്ടും ഭംഗിയുള്ള കാര്യങ്ങളാണ് വേറെ അർത്ഥത്തിൽ. പക്ഷെ ഇവിടെ വിവേഷിക്കുമ്പോഴത്തേക്കും അപ്രതീക്ഷിതയാണ്, അസ്തിത്വമില്ലായ്മയാണ്, മാഞ്ഞു പോകലായിട്ട് ഒരു ഗോഡ് ഡസ് നോട്ട് നോ മീ. ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്കും ഹെൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഇവിടെ തന്നെയുള്ള ഒരവസ്ഥയായിട്ട് മാറും. ഇഫ് യു ക്യാൻ വിസിബിൾ ടു ഗോഡ്, ഈ ഭാതിഭാവവും അതും ഇതുമായിട്ടൊക്കെ ബന്ധം മായ എന്ന് പറയുന്ന അർത്ഥത്തിൽ, ഈസ് നോട്ട് എന്ന് പറയുന്ന അർത്ഥത്തിലും ഈസ് എന്ന് പറയുന്ന അർത്ഥത്തിലൊക്കെ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും എനിക്ക് എത്തിച്ചേരാവുന്ന ഒരു കൺക്ലൂഷൻ ഇതാണ്.